ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സോഫി മനേഷ്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഫോളോവേഴ്സിന് കൂട്ടാനും അതുപോലെ തന്നെ വാച്ച് ടൈം കൂട്ടാനുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നേരെ എൻ്റെ അക്കൗണ്ടിലേക്ക് പോയി നോക്കണ്ട, എനിക്ക് ഫോളോവേഴ്സ് കുറവാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാരണം ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അവിടെ നിന്ന് കുറച്ച് കണ്ടിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ പറയുന്നത് ഫുള്ളായിട്ട് മനസ്സിലാവില്ല. അപ്പോൾ ഒരു 3-4 ചാനൽ തുടങ്ങിയ ഒരു എക്സ്പീരിയൻസ് ഉള്ള കാരണമാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ പല മിസ്റ്റേക്കുകളും സംഭവിച്ചേക്കാം. അത് കാരണമായിരിക്കും നിങ്ങളുടെ ചാനലിൽ റീച്ചും കാര്യങ്ങളും ഉണ്ടാവാതിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ ഞാൻ ഫസ്റ്റ് തുടങ്ങിയ ചാനൽ ജസ്റ്റ് യൂട്യൂബിനെ കുറിച്ച് അറിയുന്ന ടൈമിൽ കേട്ടോ. അപ്പോൾ വെറുതെ അപ്പോൾ തൊട്ട് എനിക്ക് ഇങ്ങനെ ചാനൽ തുടങ്ങണം, അപ്പോൾ വലിയ ഇങ്ങനെ മോണിറ്റൈസേഷൻ്റെ കാര്യം ഇങ്ങനെയൊക്കെ അറിഞ്ഞിട്ടല്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ചാനൽ തുടങ്ങണം, എന്തെങ്കിലുമൊക്കെ ചെറിയ വീഡിയോ ഇടണം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ചാനൽ തുടങ്ങി. പക്ഷേ വെറുതെ വെറുതെ വിചാരിച്ച് തുടങ്ങിയ കാരണം അതും കുറച്ച് നാളുണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസമൊക്കെ ഒരു 2-3 ഷോർട്ട് വീഡിയോസ് ഇട്ടു, 3-4 ഷോർട്ട് വീഡിയോസ് ഇട്ടു. അതും വേറെ പല ചാനലിലും, അതായത് വേറെ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയ വീഡിയോസ് ആട്ടോ, സ്വന്തം കണ്ടന്റും കാര്യങ്ങളും ആയിരുന്നില്ല, വേറെ പല. കാരണം ഇതിനെക്കുറിച്ച് എന്താണ് യൂട്യൂബ്, ഇതിൽ എന്തൊക്കെ ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊന്ന് റെഫർ ചെയ്തിട്ടൊന്നല്ല ഞാൻ ചെയ്തത്. അപ്പോൾ അത് കാരണം ആ ചാനൽ ഭയങ്കര ഫ്ലോപ്പായി പോയി, കുറേ കോപ്പറേറ്റും കാര്യങ്ങളൊക്കെ കിട്ടി, ആ ചാനൽ കൂട്ടിപ്പോയി. പിന്നെ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ പഠിച്ച് എന്തായാലും രണ്ടാമത്തെ ചാനൽ തുടങ്ങാമെന്ന് വെച്ചിട്ട്, രണ്ടാമത്തെ ചാനൽ തുടങ്ങുമ്പോൾ കുറച്ച് ഭക്തിമാർഗ്ഗം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് കുറച്ച് ഭക്തി ചാനലാണ് തുടങ്ങിയത്. അപ്പം ക്രിസ്ത്യൻ കുറേ സോങ്സും വീഡിയോസും കാര്യങ്ങളൊക്കെ അത് സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്തിട്ട് അപ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ പഠിച്ചിട്ട് ഞാൻ ഇതുപോലെ തന്നെ കോപ്പിറൈറ്റ് കിട്ടാത്ത സോങ്സും അതുപോലെ തന്നെ പിക്ചേഴ്സ് അങ്ങനെയൊക്കെ വെച്ചിട്ട് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അങ്ങനെ ഇട്ടു. അപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് പോയി. 500 സബ്സ്ക്രൈബർ കയറി, 600 സംതിങ് ഒക്കെ സബ്സ്ക്രൈബർ ആയി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇതുപോലെ തന്നെ 2-3 ഇട്ടിരുന്ന സമയത്ത് നമുക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞിട്ട് ആ ഒരു വീഡിയോ ഒരു 1K ആ ഒരു റേഞ്ച് എത്തുമ്പോഴേക്കും കോപ്പിറൈറ്റ് അടിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര നിരാശയായി. പിന്നെ അങ്ങനെ ഒരു 3-4 വീഡിയോസിന് അങ്ങനെ വന്നപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമായി. കാരണം നമ്മൾ ഇത്രയും സെർച്ച് ചെയ്ത് ഇത്രയും എഡിറ്റ് ചെയ്ത് ബുദ്ധിമുട്ടിയൊക്കെ വീഡിയോ ഇടും. അത് കഴിഞ്ഞ് അത് കുറച്ച് കാലം കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ കോപ്പിറൈറ്റ് അറിയണില്ല. ഇപ്പോഴല്ല കേട്ടോ, ഒരു 2-3 വർഷം മുമ്പ്. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഈ കോപ്പിറൈറ്റും കാര്യങ്ങളും കിട്ടണത്. അപ്പോൾ അതൊരു വിഷമമായിട്ട് പിന്നീട് കുറച്ച് നാളത്തേക്ക് ഇതിങ്ങനെ സ്ഥിരം കണ്ടപ്പോൾ പിന്നെ കുറച്ച് നാളത്തേക്ക് പിന്നെ കഷ്ടപ്പാടായി, മടിയായി. വീഡിയോ എടുക്കണം, പിക്ചേഴ്സ് കണ്ടുപിടിക്കണം, ഇത് എഡിറ്റ് ചെയ്ത് ഇതിൻ്റെ ഒപ്പം ആക്കണം, അങ്ങനെയൊക്കെ ആയപ്പോൾ പിന്നെ അത് മടിയായി. അത് കഴിഞ്ഞ് ആ ചാനലും അവിടെ വെച്ച് കുറച്ച് കാലം അങ്ങനെ നിർത്തി. പിന്നെ അതിൻ്റെ ഇത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് മൂന്നാമത് ഇതുപോലെ തന്നെ ഒരു ചാനൽ തുടങ്ങി ഇതുപോലെ തന്നെ കുറച്ച് നാൾ വീഡിയോസൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതും മടുത്തു. അതവിടെ ഇരുന്ന് വെറുതെ 1 ഇയർ ഇങ്ങനെ വെറുതെ ഇരുന്ന് പൊടി പിടിച്ച് പോയി. മടി ഏറ്റവും വലിയ പ്രശ്നമാണ്. ഇപ്പം ഞാൻ 4ാമത്തെ ചാനലാണ് തുടങ്ങിയത്. ഇതുപോലെ തന്നെ തുടങ്ങി ഭയങ്കര ആവശ്യമായിരുന്നു കേട്ടോ. കുറേ മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ കണ്ട് കുറേ പഠിച്ച് തുടങ്ങിയ ചാനലാണ്. അങ്ങനെ ചാനൽ തുടങ്ങി ഫസ്റ്റൊക്കെ ഭയങ്കര ആവേശമായിരുന്നു. ഇത് എന്ത് ചെയ്യാം, നമുക്ക് എല്ലാവർക്കും എന്താ ചാനൽ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കൂടണം, പെട്ടെന്ന് എൻ്റെ വീഡിയോ ഇടുന്നതിന് ഫുള്ളും 1K അടിക്കണം, എല്ലാവരും കാണണം, അങ്ങനെ പല ആഗ്രഹങ്ങളായിരിക്കാമല്ലോ എല്ലാവർക്കും. അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു എനിക്കും ആഗ്രഹം. പെട്ടെന്നൊന്നും നടക്കില്ല എന്ന് അറിയാം, പക്ഷെ എന്നാലും ആഗ്രഹിക്കാമല്ലോ. അങ്ങനെ വീഡിയോസൊക്കെ വേഗം ചെയ്തു. വേഗം എന്നല്ല, ഒരു ദിവസം ഒരെണ്ണം ഇടാം എന്നുള്ള രീതിയിൽ ചെയ്തു. അങ്ങനെ ഓരോ വീഡിയോസ് ഇട്ടു. ഫസ്റ്റ് 2 വീഡിയോസിനൊന്നും തീരെ റീച്ച് ഉണ്ടായിരുന്നില്ല. ആകെ 10, 15, 30 കൂടിപ്പോയി കഴിഞ്ഞാൽ അങ്ങനത്തെയൊക്കെ ഇതുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ബിഗ് ബോസ് തുടങ്ങിയ സമയത്ത് ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോസ് ഇട്ടപ്പോൾ പിന്നെയും കുറച്ച് വ്യൂസും കാര്യങ്ങളും കിട്ടി തുടങ്ങി. അങ്ങനെ വ്യൂസൊക്കെ കൂടുമ്പോൾ നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ആവും വീഡിയോസ് ഇടാനായിട്ട്. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടു. പിന്നെ ബിഗ് ബോസ് തീർന്നപ്പോൾ പിന്നെ ആ ഒരു ഇൻട്രസ്റ്റ്. പിന്നെ ജോലിക്കും പോകണ്ട. അപ്പം ജോലിക്ക് പോയി കഴിഞ്ഞ് പിന്നെ ഇത് ബിഗ് ബോസിൽ എന്ത് നടന്നു കണ്ട് അതിൻ്റെ നമുക്ക് അപ്പം ഇടാൻ പറ്റുന്നില്ലല്ലോ. ജോലി കഴിഞ്ഞ് വന്നിട്ട് വേണം ഇത് നോക്കിയിട്ട്. അപ്പം അതൊക്കെ കൂടിയിട്ടാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി പോയി. ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം കൂടിയിട്ട് അങ്ങ് എത്തിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ കുറച്ച് നാളൊക്കെ വീഡിയോ ഇട്ടു. പിന്നെയും എൻ്റെ ഇൻട്രസ്റ്റ് ലോ ആയി പോയി. അത് കഴിഞ്ഞ് പിന്നെ ആ സമയത്ത് തന്നെ ഈ ഇതൊക്കെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനും വാച്ച് അവർ കൂട്ടാനൊക്കെ നമുക്ക് പെട്ടെന്ന് 1 മാസത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ 2 മാസത്തിൻ്റെ ഉള്ളിൽ സബ്സ്ക്രൈബേഴ്സും വാച്ച് അവറും ഒക്കെ പെട്ടെന്ന് കിട്ടി. മോണിറ്റൈസേഷൻ അങ്ങ് സെറ്റാക്കാന്നുള്ള രീതിയിലായിരുന്നു ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷേ ഭയങ്കര ഷോക്കായിരുന്നു. അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ ഇതുപോലെ തന്നെ പല വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് പല പരീക്ഷണങ്ങളും കാര്യങ്ങളും നടത്തിയായിരുന്നു. ഇതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറി വീഡിയോസ് വാച്ച് ചെയ്യുക, അങ്ങനത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല. അതൊക്കെ നോക്കി. പക്ഷെ നമുക്ക് അതിനൊന്നുള്ള നമ്മുടെ വീഡിയോസ് അവർ കാണുമ്പോൾ അവരുടെ വീഡിയോസ് നമ്മൾ വാച്ച് ചെയ്ത് കൊടുക്കണമല്ലോ. പക്ഷേ എനിക്ക് അതിനുള്ള ടൈമും കാര്യങ്ങളും തുടക്കം കുറച്ച് ദിവസം അത് ചെയ്തു. പക്ഷേ അതിനുള്ള ടൈമും കാര്യങ്ങളൊന്നും കിട്ടാത്ത കാരണം അതോടെ വെച്ച് ഫ്ലോപ്പായി പോയി. അങ്ങനെ വീണ്ടും കുറച്ച് നാൾ വീണ്ടും ഞാൻ മടി പിടിച്ചിരുന്നു. പിന്നെ വീണ്ടും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീണ്ടും വീഡിയോസ് ഇടാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര നാൾ വീഡിയോസ് പലതും റെഫർ ചെയ്തതിൻ്റെ ഭാഗമായിട്ടും പിന്നെ എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ പറയുന്നത്.
ഈ യൂട്യൂബ് തുടങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, പെട്ടെന്ന് നടക്കുന്ന കാര്യമാണ്. പക്ഷെ നമുക്ക് ഇതിൽ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ് തുടക്കക്കാരെന്തായാലും ഡെയിലി ഒരു 2 വീഡിയോ ഇടാൻ പറ്റിയാൽ അത്ര നല്ലത്. ഇല്ലെങ്കിൽ ഒരു വീഡിയോ എന്തായാലും മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. തുടക്കം നമുക്ക് കുറച്ച് ഫോളോവേഴ്സിനെ, നമ്മുടെ ജെനുവിൻ ആയിട്ടുള്ള നമ്മുടെ ഓഡിയൻസിനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി ഒരു വീഡിയോ മിനിമം ഒരു വീഡിയോ ഒന്നും ഇട്ടാൽ പോരാ. ഒരു ഷോർട്ട് എടുക്കാൻ പറ്റി കഴിഞ്ഞാൽ ഷോർട്ടിൽ ഒരു 2 വീഡിയോ 3 വീഡിയോ അത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന പോലെ ഇടുക. അതുപോലെ തന്നെ ലോങ്ങിൽ ഒരു വീഡിയോ മസ്റ്റ് ആയിട്ട് ഇടുക. ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് ഷോർട്ട് വീഡിയോ മാത്രം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോ ഇടുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സിന് പെട്ടെന്ന് കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് വാച്ച് അവർ കയറണമെന്നുണ്ടെങ്കിൽ ലോങ് വീഡിയോ ഇട്ടാൽ തന്നെ കാര്യമുള്ളൂ. കാരണം ലോങ് വീഡിയോസിൽ അത്യാവശ്യം നന്നായിട്ട് വാച്ച് അവർ കയറും. നമ്മളൊരു 7 മിനിറ്റുള്ള ഒരു ലോങ് വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ച് അത്യാവശ്യം ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വാച്ച് അവർ കയറും. ഷോർട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുണമുള്ളത് നമുക്ക് സബ്സ്ക്രൈബേഴ്സിന് പെട്ടെന്ന് കയറുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 2 കാര്യം നടക്കും. ചിലർ ഈ വീഡിയോസ് കണ്ടിട്ട് ലോങ് വീഡിയോസിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് തരുന്നവരുണ്ട്, ചിലർ ഷോർട്ട് വീഡിയോസിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് തരുന്നതുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഈ 2 കൂടി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് എന്താ പറയുക, വാച്ച് അവർ കയറാനും സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനും ഏറ്റവും നല്ല ഐഡിയ ആണ് 2 കൂടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളത്. അതുപോലെ തന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾ എന്താ പറയുക, ഈ വീഡിയോസ് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഇച്ചിരി റിച്ച് ആയിട്ടുള്ള യൂട്യൂബറാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അടിയിൽ പുതിയ ആളാണ് കൂടെ എന്നെ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു കൂട്ടാം, അങ്ങനെ പല രീതിയിലുള്ള മെസ്സേജ് കാണാമായിരുന്നു. ഞാൻ പുതിയ യൂട്യൂബർ ആയതുകൊണ്ട് എൻ്റെ ഇതിൻ്റെ ഒന്നും വരാൻ സാധ്യതയില്ല. പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ യൂട്യൂബിൻ്റെ അൽഗോരിതം അനുസരിച്ച് അതൊക്കെ കണ്ടുപിടിക്കും, അതൊക്കെ നമുക്ക് നെഗറ്റീവായി പോകും. അതും അല്ലാണ്ട് തന്നെ അങ്ങനെ വരുന്ന ഓഡിയൻസ്, പക്ഷെ നമ്മുടെ കയ്യിൽ അങ്ങനെ വരുന്ന സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കണ്ടിന്യൂസ് നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നില്ല. അതുപോലെ തന്നെ അവർ ചിലപ്പം നമുക്ക് ജെന്യുവനായിട്ട് വരുന്ന ഓഡിയൻസ്, ഇപ്പം ഞാനിടുന്നത് റിയാക്ഷൻ വീഡിയോസ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയാക്ഷൻ വീഡിയോസ് കാണാൻ താല്പര്യമുള്ള ആൾക്കാരായിരിക്കും നമ്മുടെ ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം അവർക്ക് ഈ റിലേറ്റഡ് വീഡിയോസ് കാണാനായിരിക്കും ഇഷ്ടപ്പെടുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇതുപോലെ ഈ കമൻറ്റുകളുടെ അടിയിൽ പോയി നമുക്ക് തിരിച്ച് സപ്പോർട്ട് ചെയ്യാം അങ്ങനെ പറഞ്ഞ് ചെയ്യുന്നതും, അതുപോലെ തന്നെ നമ്മൾ നിർബന്ധിച്ച് പല ഗ്രൂപ്പുകളിൽ അയച്ചിട്ട് നമ്മുടെ ലിങ്കൊക്കെ കൊടുത്തിട്ട്, അതായത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനായാലും അവരെ കൊണ്ടൊക്കെ നമ്മൾ ചെയ്യിപ്പിക്കില്ല. ചിലപ്പോൾ അവർക്ക് നമ്മുടെ റിയാക്ഷൻ വീഡിയോ കാണാൻ താല്പര്യമുള്ളവരേ ആവില്ല. അപ്പോൾ ചുമ്മാ നമ്മൾ സബ്സ്ക്രൈബറിനെ ആക്കി വെച്ചിട്ടുണ്ടെന്നുള്ളത്, ഇവരൊക്കെ നമ്മുടെ വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ കാണുപോലും ചെയ്യില്ല. ചിലപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയ പോലും ഇവരൊന്നും നമ്മുടെ വീഡിയോസ് കാണുപോലും ചെയ്യില്ല. അപ്പോൾ അതൊന്നും നമ്മുടെ ജെനുവിൻ ഓഡിയൻസ് അല്ല. അപ്പോൾ അതൊക്കെ നമുക്ക് നെഗറ്റീവായിട്ട്, കാരണം നമ്മുടെ ഓഡിയൻസ് പോലും നമ്മുടെ വീഡിയോസ് കാണുന്നില്ല. അപ്പോൾ അതൊക്കെ നെഗറ്റീവായിട്ട് പോകും. അപ്പോൾ നമ്മൾ കൂടുതൽ ജെനുവിനായിട്ട് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് വരുന്ന ഓഡിയൻസ് ആണ്. അതിന് ഇപ്പോൾ നമ്മൾ കുറച്ച് നാൾ കാത്തിരുന്നാലും കുഴപ്പമില്ല. അങ്ങനെയുള്ള ഓഡിയൻസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ നല്ലതും നിലനിന്ന് പോകുന്നതും അങ്ങനത്തെ ഓഡിയൻസ് ആണ്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് വാച്ച് ഓവറൊക്കെ പെട്ടെന്ന് ആയിക്കോളും. അതുപോലെ തന്നെ നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ ഒരു ടൈം നമ്മളത് കീപ്പ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ ഓഡിയൻസ് റിട്ടൻഷൻ നോക്കുക. നമുക്ക് ഏറ്റവും കൂടുതൽ ഓഡിയൻസ് നമ്മുടെ വീഡിയോ കാണുന്ന ഒരു ടൈം നോക്കുക. അപ്പോൾ ആ ടൈം എപ്പോഴാണ്, ഈവനിങ് ടൈമിലാണ് നമ്മുടെ ഓഡിയൻസ് നമ്മുടെ വീഡിയോ കാണാനായിട്ട് കൂടുതൽ സജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ടൈമിൽ ഏകദേശം ആ ഒരു ടൈമിൽ വീഡിയോസ് കൂടുതൽ ഇടാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ തുടക്കക്കാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയില്ല നമ്മുടെ ഏത് തരം വീഡിയോ ആണ് ക്ലിക്ക് ആവുന്നത്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ നമ്മൾ പല വെറൈറ്റി കുക്കിങ്ങോ നമുക്കൊരു ഇൻട്രസ്റ്റ് കറക്റ്റായിട്ട് നമുക്ക് ഇന്നതൊരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഇൻട്രസ്റ്റിൽ, ഇപ്പം എനിക്ക് കൂടുതൽ റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളും ചെയ്യാനാണ് ഇഷ്ടം. അപ്പം ഞാൻ കൂടുതൽ ആ ഒരു ഇതിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തിലായാലും നമുക്ക് കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലും ഒരു കണ്ടന്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് വീഡിയോസ് ചെയ്താൽ മതി എന്നുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏത് വീഡിയോ ആണ് ക്ലിക്ക് ആവണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പല വെറൈറ്റി വീഡിയോസ് ചെയ്ത് നോക്കുക, അതൊക്കെ അപ്ലോഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മുടെ അതിൽ കൂടുതൽ ക്ലിക്ക് ആവുന്ന വീഡിയോ ഏതാണെന്ന് നോക്കുക. എന്നിട്ട് അത് നമ്മൾ കൂടുതലായിട്ട് സജസ്റ്റ് ചെയ്തിട്ട് ആ ടൈപ്പ് വീഡിയോസ് നമ്മൾ കൂടുതൽ, ഇപ്പോൾ കുക്കിംഗ് വീഡിയോ ആണ് നമ്മുടെ ക്ലിക്ക് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ കുക്കിംഗ് വീഡിയോയും കാര്യങ്ങളും ഇടുക. അപ്പോൾ പിന്നെ വേറെ കൂടുതൽ വലിച്ച് വാരി ഇടാതെ പിന്നീട് നമ്മൾ ആ കുക്കിംഗ് വീഡിയോസ് കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് നോക്കുക. കാരണം പലതരത്തിലുള്ള വീഡിയോ, ഇപ്പോൾ എന്താ പറയുക, കുക്കറി ചാനൽ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ റിയാക്ഷൻ വീഡിയോ, കോമഡി വീഡിയോ, പിന്നെ എന്നിട്ട് കുറേ മറ്റേ ട്രിപ്പ് പോകുന്ന വീഡിയോ, ഇതൊക്കെ വലിച്ചു വാരിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ കുക്കിംഗ് റിലേറ്റഡ് വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള ഒരാളാണ് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണമെന്നുണ്ടെങ്കിൽ പലതരത്തിലും ചവർ വീഡിയോസ് വരുമ്പോൾ ചിലപ്പോൾ അവർക്കത് ഇഷ്ടപ്പെടണമെന്നില്ല. അവർ കൂടുതൽ നിങ്ങളുടെ വീഡിയോസ് കാണാനായിട്ട് ആഗ്രഹിക്കില്ല, ചിലപ്പോൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ വീഡിയോസ് ഏതാണ് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ആ വീഡിയോസ് ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങൾ എന്നെപ്പോലെ മടിയുള്ള ആളാവരുത്. കാരണം എന്നെപ്പോലെ മടിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ കുറച്ച് നാളിടും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇൻട്രസ്റ്റ്. അങ്ങനെ പലരും ഞാൻ കണ്ടിട്ടുണ്ട്, വലിയ ആവേശത്തിൽ പൊട്ടി പുറപ്പെടും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ കിടക്കുന്നുണ്ട്. അങ്ങനെ ആവരുത് ഒരിക്കലും. ഉപദേശിക്കാൻ ഞാൻ ആളല്ല, പക്ഷെ ഞാൻ പറയാണ്, എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള കാരണം ഞാൻ പറയുന്നത്. നമ്മൾ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ഒരു വീഡിയോ ഇങ്ങനെ മിനിമം ചെയ്യുക. ഷോർട്ടിലും 1-2 വീഡിയോ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലത്. നിങ്ങൾക്ക് എത്രയും വേഗം സബ്സ്ക്രൈബറും വാച്ചറും ഒക്കെ കയറണമെന്ന് ആഗ്രഹമുണ്ട്, മോണിറ്റൈസേഷൻ കിട്ടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് നല്ല ക്വാളിറ്റി വീഡിയോസ് ചെയ്യാം. ചുമ്മാ വെറുതെ ഒരു വീഡിയോസ് ചെയ്തിട്ട് കാലേ ഇടുന്ന വീഡിയോ നല്ല ക്ലാരിറ്റിയിലും, ഇപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് റിയാക്ഷൻ ചാനൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വോയിസും കാര്യങ്ങളൊക്കെ നന്നായി ക്ലിയർ ചെയ്ത് ഇടുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക.
അതുപോലെ തന്നെ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നമ്മുടെ തംബ്നെയിൽ ശ്രദ്ധിക്കുക, പിന്നെ ഹാഷ്ടാഗ് അതുപോലെ ടാഗുകൾ അതൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കാതിരിക്കുക. നമ്മളിപ്പോൾ ഒരു എന്താ പറയുക ഫണ്ണി വീഡിയോ ഇട്ടിട്ട് അതിൽ ഹാഷ്ടാഗ് കൊണ്ടുപോയിട്ട് കുക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ പിന്നെ റിയാക്ഷൻ വീഡിയോ അങ്ങനെ പല ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊന്നും ഇടാതെ നമ്മളിപ്പോൾ ഒരു കോമഡി വീഡിയോ ഇടുമ്പോൾ ഫണ്ണി വീഡിയോസ് കോമഡി വീഡിയോസ് അങ്ങനെ പറഞ്ഞിട്ട് അത് റിലേറ്റഡ് മലയാളം കോമഡി വീഡിയോസ് അങ്ങനെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഹാഷ്ടാഗും തംബ്നെയിൽ നല്ല അട്രാക്റ്റീവായിട്ട് കൊടുക്കുക. അതിൽ എഴുതുന്ന കാര്യം ആ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന വീഡിയോയിൽ എന്താണ് പറഞ്ഞേക്കുന്നത് എന്നുള്ളത് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു എന്താ പറയുക ടോപ്പിക്ക് കൊടുക്കാൻ നോക്കുക. അത് പെട്ടെന്ന് ആൾക്കാർക്ക് ക്യാച്ച് ചെയ്യുന്ന രീതിയിൽ അത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് അതിൽ എന്താ ആ വീഡിയോയിൽ എന്താ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ആ വീഡിയോയിൽ എന്തായിരിക്കും ചെയ്തിരിക്കുന്നതെന്ന് കാണിക്കാനായിട്ട് ഒരു ക്യൂരിയോസിറ്റി തോന്നുന്ന രീതിയിലുള്ള ക്യാപ്ഷൻസും കാര്യങ്ങളും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൽ പെടുന്നതാണ് ഈ കാശ് കൊടുത്ത് സബ്സ്ക്രൈബേഴ്സും ലൈക്കും കാര്യങ്ങളൊക്കെ വാങ്ങുന്ന കുറേ കൂട്ടരുണ്ട്. അപ്പം അതൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അതൊന്നും നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. അതുപോലെ തന്നെ അതിലൊന്നും പോയി വീഴാതിരിക്കുക. നമ്മൾ അപ്പത്തെ ഒരു സന്തോഷം ഉണ്ടാവുന്നല്ലാതെ നമുക്ക് അത് വെച്ചിട്ട് കൂടുതൽ ഭാവിയിലേക്ക് യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം അത് കാരണം വെറുതെ അതിൻ്റെ പുറകെ നടന്ന കാശും കാര്യങ്ങളൊന്നും കളയാതിരിക്കുകയായിരിക്കും നല്ലത്. നമുക്ക് എപ്പോഴും ജെനുവിൻ ഓഡിയൻസ് ആണ് നിലനിന്ന് പോവുള്ളൂ. അപ്പം നമുക്കിത് കുറച്ച് നാളത്തേക്ക് വെറുതെ നമുക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് തുടങ്ങുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കാശൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണം ചെയ്തോ. പക്ഷെ നമുക്കിതൊരു നമ്മുടെ ഒരു ആഗ്രഹമാണ്, നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം, നമുക്കതൊരു വരുമാന മാർഗ്ഗമാക്കി എടുക്കണം. അങ്ങനെയൊക്കെ ഒരു ആഗ്രഹത്തോടു കൂടി ചെയ്യുന്നവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കും നല്ലത്. നമ്മൾ ജെനുവിൻ ഓഡിയൻസ് കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്ത് ക്ഷമയോട് കൂടി ഇരിക്കുക. അതിപ്പോൾ കുറച്ച് നാളായാലും കുഴപ്പമില്ല, അവരാണ് നമുക്ക് ഭാവിയിൽ നിലനിന്ന് പോവുള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയും പല കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ അറിയാം. പക്ഷേ ഇത് പറഞ്ഞു വെച്ച് നീട്ടി ഇതാക്കാനില്ല എന്ന് വിചാരിക്കുന്നു. അടുത്ത പല വീഡിയോസിലായിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. അതുപോലെ തന്നെ നമ്മൾ പുറകോട്ട് പോവാതിരിക്കുക. നമ്മളിപ്പോൾ ചാനൽ തുടങ്ങാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഇന്ന് തൊട്ട് എന്തായാലും ഡെയിലി വീഡിയോസ് ഇടും എന്നുള്ള കുറച്ച് തീരുമാനം എടുത്തതിന് ശേഷം ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഭാഗ്യത്തിന് ചിലപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോസ് തന്നെ ക്ലിക്ക് ആവാം. ചിലപ്പം ഇടുന്ന വീഡിയോസിൽ ഇപ്പോൾ എല്ലാവർക്കും തുടക്കക്കാർക്ക് ഇപ്പം നമ്മൾ കാണുന്ന വലിയ യൂട്യൂബേഴ്സും എല്ലാവരും തുടക്കത്തിൽ ചിലപ്പം 5 വ്യൂസ് 10 വ്യൂ 20 വ്യൂ അങ്ങനെയൊക്കെ തുടക്ക വീഡിയോസിനൊക്കെ ചിലപ്പോൾ കിട്ടി കാണുള്ളൂ. അതൊന്നും നമുക്കറിയില്ല. അതൊന്നും ചിലപ്പോൾ അവരിപ്പോൾ വന്ന് പറയണമെന്നില്ല. അപ്പം എല്ലാവർക്കും അങ്ങനെയാണ്. എനിക്കായാലും നിങ്ങൾക്കായാലും ചിലപ്പോൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലർക്ക് ഭാഗ്യത്തിന് പെട്ടെന്ന് ക്ലിക്കായി റീച്ച് ആവണവരുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് ഒരു ദിവസം 2 ദിവസം 3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച 2 ആഴ്ച വീഡിയോ ഇട്ട് വ്യൂസ് ആവില്ല എന്ന് വെച്ച് തളരാൻ പാടില്ല. നമുക്ക് എപ്പോഴാണ് ഒരു ക്ലിക്കായിട്ട് ഒരു വീഡിയോ നമ്മുടെ വൈറലാവണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇപ്പോൾ വീഡിയോസ് ഒരു പലരും ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അവർ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് ഒരു മാസം 2 മാസം കഴിഞ്ഞ് അവർ ഒരു വീഡിയോ ആയിരിക്കും ക്ലിക്ക് ആവുന്നത്. ആ ക്ലിക്കിൽ അവർക്ക് വാച്ച് അവറും കംപ്ലീറ്റ് ആവും, അവരുടെ എന്താ പറയുക സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ആവും, മോണിറ്റൈസേഷൻ ഓൺ ആവും ചെയ്യും. അങ്ങനെ പല വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ എന്താ പറയുക ക്യാമറ ക്ലാരിറ്റി, അതായത് അത്യാവശ്യം കുറച്ച് ക്ലാരിറ്റിയും കാര്യങ്ങളുണ്ട്, നല്ല വോയിസും കാര്യങ്ങളും നമുക്ക് വോയിസ് ഓവറും കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പം എൻ്റെയിലും ഇപ്പോൾ വലിയ ഐഫോണും കാര്യങ്ങളൊന്നും അല്ല, നോർമൽ സാധാ ഒരു ആൻഡ്രോയിഡ് ഫോണാണ്. അതുപോലെ തന്നെ ഞാൻ സംസാരിക്കുന്നത് മൈക്ക് ഉപയോഗിച്ചിട്ടല്ല. ഞാൻ ഈ ആപ്പിൽ എഡിറ്റ് ചെയ്ത് എൻ്റെ വോയിസ് കുറച്ച് കൂട്ടി അങ്ങനെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം. അപ്പോൾ തുടക്കക്കാർക്ക് അതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. നല്ല കണ്ടന്റും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തുടക്കത്തിൽ നമ്മുടെ ഈ 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബറൊക്കെ ആവാനായിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല. അപ്പം നിങ്ങൾ എന്താ പറയുക കുറച്ച് വീഡിയോസ് ഇട്ട് വ്യൂസും ഇതൊന്നും ആയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ തളരാനൊന്നും നിൽക്കണ്ട. കുറച്ച് ടൈം എടുത്തിട്ടായാലും എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ് യൂട്യൂബും ഫേസ്ബുക്കും എല്ലാം മോണിറ്റൈസേഷനും കാര്യങ്ങളൊക്കെ. പല കാര്യങ്ങളും നിങ്ങൾ പുതിയൊരു യൂട്യൂബർ ആണെന്ന് വെച്ചാൽ പല വീഡിയോസിൽ റെഫർ ചെയ്തിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ഏറ്റവും മെയിൻ കാര്യം ഇതുപോലെ പല കാര്യങ്ങളും പറഞ്ഞ് വലിച്ച് നീട്ടിക്കൊണ്ടുപോകുക. അത് ആവശ്യമുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് ഓഡിയൻസിനെ ബോറടിപ്പിക്കാതെ ശ്രദ്ധിക്കുക. ഇനി എനിക്കറിയാവുന്ന യൂട്യൂബ് ട്രിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റ ബൈ ബൈ.